ഇന്ന് ഞാനൊരു ബൈക്ക് യാത്രയിലാണ്. മൂലമറ്റത്ത് നിന്ന് വാഗമണ്ണിലേക്കുള്ള റൂട്ടാണിത്. മൂലമറ്റത്തെ കാഞ്ഞാർ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്ന് സൈഡിലേക്ക് തിരിഞ്ഞാണ് ഈ റൂട്ടിലേക്ക് കയറുന്നത്. അധികം വണ്ടികളൊന്നും പോകാത്തൊരു വഴിയാണ്. ഈ റൂട്ടിൽ വാഗമണ്ണിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ധാരാളം പുൽമേടുകളുണ്ട്. ഒരുപക്ഷെ സിനിമകളിലൊക്കെ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ ജോസഫ് എന്ന സിനിമയുടെ പല ഭാഗങ്ങളും അവിടെ വെച്ച് ചിത്രീകരിച്ചതാണ്. അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ച് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കസിൻ ഉണ്ണികൃഷ്ണനുണ്ട്. ബൈക്കിൽ ഞങ്ങളുടെ ടെൻ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ ഒരാളും കൂടെ വരാനുണ്ട്. ഞങ്ങൾ ആളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ പിന്നിലൊരു വ്യൂ പോയിൻ്റ് നിങ്ങൾക്ക് കാണാം. അത് മൂലമറ്റം പവർ സ്റ്റേഷനാണ് ആ ദൂരെ കാണുന്നത്. പിന്നിൽ ഇടുക്കി അങ്ങോട്ടുള്ള മലനിരകൾ, അവിടെയാണ് ഡാമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുള്ള വെള്ളം ഈ മൂലമറ്റത്തേക്ക് വന്ന് അങ്ങനെയാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. ഞങ്ങൾ ഏകദേശം 9 കിലോമീറ്റർ സഞ്ചരിച്ചിങ്ങ് മുകളിലെത്തി. കുത്തനെയുള്ള കയറ്റമാണ്. വഴി പല ഭാഗങ്ങളിലും വളരെ മോശമാണ്. നമ്മുടെ മൂന്നാമത്തെ ആൾ എത്തിയിട്ടുണ്ട്, ഗോകുൽ മുരളി. ഇപ്പോൾ പുള്ളിയും യാത്രാവിവരണം എടുക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരേ യാത്രാവിവരണം 2 വീഡിയോ ആയിട്ട് കാണാം. ഗോകുൽ മുരളിയുടെ ചാനലിൻ്റെ പേര് വാക്കി ടോക്കി എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. 2 വീഡിയോ എല്ലാവരും കാണുക. അതെ. വഴി ഭയങ്കര മോശം അവസ്ഥയിലാണ്. ഞങ്ങളുടെ ബൈക്ക് ഒരു വിധം കയറി വന്നു. പുറകിലൊരു കാറ് കയറാൻ കഷ്ടപ്പെടുകയാണ്. ഇത് കാഞ്ഞാറിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററായി. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് എത്തി. ഇവിടുത്തെ പുൽമേടുകളെല്ലാം വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ടെൻ്റ് അടിക്കാനുള്ളൊരു നല്ല സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ ലക്ഷ്യം. 5 മണിയായി, നല്ല തണുപ്പുണ്ട്. ഒരു ചെറിയ മഴയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിപ്പോൾ കാഞ്ഞാറിൽ നിന്ന് 10 കിലോമീറ്റർ കയറ്റം കയറി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു 4-5 കിലോമീറ്ററോളം ഇങ്ങനെ പുൽമേടുകളാണ്. ഇരുവശത്തും മൊട്ടക്കുന്നുകൾ ധാരാളം കാണാം. ഇതിൻ്റെ വശങ്ങളിലായിട്ട് നല്ല കാഴ്ചകളുണ്ട്. ഈ സൈഡിലായിട്ട് നമ്മുടെ പ്രശസ്തമായ ഇല്ലിക്കൽ കല്ല് കാണാം. കട്ടപ്പന വാഗമൺ റൂട്ടിലോടുന്ന KSRTC ബസ്സാണ് ഈ കണ്ടത്. ഈ റൂട്ടിൽ അധികം വണ്ടികളില്ല. വളരെ അപൂർവമായിട്ടുള്ള KSRTC സർവീസുകളിലൊന്നാണ്. പിന്നെ ഞാനീ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടിലാണ്. നമ്മുടെ ചാനലുകളിൽ വാഹനങ്ങളുടെ റിവ്യൂ തുടങ്ങിയ പരിപാടികളെല്ലാം നടത്താറുണ്ട്. ഗോകുൽ മുരളി അടിപൊളി സംവിധാനങ്ങളൊക്കെ ആയിട്ടാണ്, ജിമ്പലൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം അന്വേഷിക്കുകയാണ്. ഇപ്പോൾ 2 പ്ലാനാണുള്ളത്. ആ പുറകിൽ കാണുന്ന ആ ഭാഗം അവിടെ നോക്കണോ, അതോ ഇവിടെ കുറച്ച് ഉയരമുള്ള മലകളുണ്ട് അതിൻ്റെ മുകളിൽ നോക്കണോ എന്നുള്ള സംശയത്തിലാണ്. ഈ റൂട്ടിലെ മറ്റൊരു മനോഹരമായ വ്യൂ പോയിൻ്റ് ഇതാണ്. ഈ എൻ്റെ പിന്നിൽ കാണുന്നത് വാഗമൺ ഭാഗമാണ്. അങ്ങോട്ടേക്കുള്ള തേയിലത്തോട്ടങ്ങൾ, അതുപോലെ സൂയിസൈഡ് പോയിന്റും എല്ലാം ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ മല കയറിയിട്ട് ഇതിൻ്റെ അപ്പുറത്തെ ചെരുവ് അവിടെ നമുക്ക് നോക്കാം.
കുരിശൊക്കെ നാട്ടിയിട്ടുണ്ട്. കുറച്ച് കുത്തനെയുള്ളൊരു കയറ്റമാണ്. പക്ഷെ ഇവിടെ എത്തിയ അടിപൊളി വ്യൂ ആണ്. ഇവിടെ അത്യാവശ്യം ടെൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ള സ്ഥലമാണ്. ഞങ്ങൾ കയറുന്നതിനൊപ്പം വേറൊരു ഫാമിലിയും കൂടെ ഞങ്ങളുടെ പിന്നാലെ കയറി. എനിക്കൊന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വാഗമൺ, ഇടുക്കി ഡാമിൻ്റെ അങ്ങോട്ടുള്ള ഭാഗങ്ങളും എല്ലാം ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. ഇവിടെ അടിക്കാം. ഇവിടെ ഇരുന്നാൽ നേരെ ആ റൂട്ട് കാണാം. അതിൻ്റെ സൈഡിൽ ഇല്ലിക്കൽ കല്ല്, ഇലവീഴ, പൂഞ്ചിറ തുടങ്ങിയ കാഴ്ചകളെല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പം ഞങ്ങൾ കണ്ട ഫാമിലിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സ്ഥലത്തിൻ്റെ പേര് കുരിശുമല എന്നാണ്. ഇവിടെ ഒരു കുരിശുള്ളതുകൊണ്ട് കുരിശുമല എന്ന് വിളിക്കുന്നു. അല്ലാതെ ഈ സ്ഥലത്തിന് പ്രത്യേകിച്ചൊരു ഐഡൻറ്റിറ്റി ഇല്ല. പുള്ളിക്കാനം എത്തുന്നതിന് മുമ്പായിട്ട് കാഞ്ഞാർ വാഗമൺ റൂട്ടിലാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. യെസ്, അങ്ങനെ ടെൻറ്റ് റെഡിയായി. ഇതാണ് 4 പേർക്ക് കിടക്കാനുള്ള ടെൻറ്റ്. ഇത് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വാടകയ്ക്ക് എടുത്തതാണ്. അപ്പോൾ എൻ്റെ കസിൻ ഉണ്ണി എറണാകുളത്ത് നിന്നാണ് വന്നത്. ഇതിന് 800 രൂപയാണ് വാടക. 3 ദിവസത്തേക്ക് 800, അങ്ങനെയാണ് അവർ റേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല ആ വ്യൂ ഒക്കെ നോക്കിയാണ് ഇവിടെ ടെൻറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെയാണ്. നമ്മൾ ചെറിയൊരു ലൈറ്റ് എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ കൂടാം. രാത്രിയിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എൻ്റെ പുറകിൽ ഗോകുൽ മുരളി, പുള്ളി മത്സരിച്ച് വീഡിയോ എടുക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരേ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. വീഡിയോ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് അറിയാം. നമ്മുടെ വെളിച്ചം ഹരിച്ചേട്ടൻ തൂക്കാണ്. മലമുകളിൽ ഞങ്ങളുടെ രാത്രി ഇന്ന് കുറ്റാക്കൂറ്റിരുട്ടാണ്. തണുത്ത കാറ്റുണ്ട്. ഞങ്ങളുടെ കയ്യിലാകെ ഒരു ചെറിയ ടോർച്ച് മാത്രമാണ് ഉള്ളത്. ഇരുട്ടായതുകൊണ്ട് അധികം വീഡിയോസൊന്നും കാണിക്കാൻ പറ്റില്ല. ഈ ഒരു ഇരുട്ടിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണെന്നുള്ളത്. നല്ല കാറ്റുണ്ട്, ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് ജാക്കറ്റ് ഇട്ടാണ്, ഹരിച്ചേട്ടൻ മാത്രമാണ് ഷർട്ട് ഇടാതെ തണുപ്പ് ആസ്വദിക്കുന്നത്. എത്ര നേരം ഇത് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ രാത്രി 11 മണിയായി. ഞങ്ങൾ ഇത്ര നേരം പുറത്ത് കിടക്കുകയൊക്കെ ആയിരുന്നു. നല്ല തണുപ്പ്. ഇപ്പോൾ ടെൻറ്റിൻ്റെ അകത്ത് കയറി ടെൻറ്റ് ഫുൾ അടച്ചിരിക്കുകയാണ്. തണുപ്പൊക്കെ മാറി. ഇനിയിപ്പോൾ നമുക്ക് പകല് സൂര്യൻ ഉദിക്കുന്നതൊക്കെ കാണാം. നേരത്തെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കണം എന്നാണ് കരുതുന്നത്. അലാറമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, നാളെ രാവിലത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഇപ്പോൾ സമയം രാവിലെ 6:15. ഞങ്ങൾ ഇന്നലെ രാത്രി 11-11:30 വരെ ഈ മലയുടെ മുകളിൽ പല ഭാഗങ്ങളിലായിട്ട് പോയിരുന്നു. രാത്രി നല്ല തണുത്ത കാറ്റായിരുന്നു. നക്ഷത്രങ്ങൾ അധികം കാണാൻ പറ്റിയില്ല. ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പിന്നെ വഴികളിലൂടെ ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ആ ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ടായിരുന്നു രാത്രി ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അത് ഈരാറ്റുപേട്ട, പാല ആ ഭാഗങ്ങളൊക്കെയാണ് താഴേക്കുള്ളത്. ഏതായാലും രാവിലെ ഇനി സൂര്യോദയം നമുക്ക് കാണാം. ഇവിടുത്തെ സൂര്യോദയം എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. ഏകദേശം 7 മണിയോടുകൂടി സൂര്യോദയം ഇവിടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. മനോഹരമായൊരു കാഴ്ചയാണ്. വലിയ മഞ്ഞോ അങ്ങനെ മൂടലുകളൊന്നുമില്ല. സൂര്യൻ ഉദിക്കുന്നതും ആ പ്രകാശം പരക്കുന്നതുമെല്ലാം വളരെ മനോഹരമായി ഒരു ക്യാൻവാസിലെന്ന പോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ മീശപ്പുലിമല, കുറുമ്പാലക്കോട്ട എന്നൊക്കെ പറയുന്നത് പോലെ ഭാവിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ ഈ യാത്ര ഇപ്പോൾ അവസാനിപ്പിക്കാറായി. ഇനി ഞങ്ങൾ ടെൻ്റ് അടിക്കാൻ പോവുകയാണ്. തിരിച്ച് കാഞ്ഞാർ റൂട്ടിലേക്ക് പോയി അവിടുന്ന് ഭക്ഷണം കഴിക്കുക, മടങ്ങുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ വാഗമണിലേക്കൊന്നും പോകുന്നില്ല. കാരണം വാഗമൺ സ്ഥിരം കണ്ട കാഴ്ചകളാണ്, അവിടെ സ്ഥിരം പോകാറുള്ളതാണ്. ഇപ്പോൾ രാവിലെ 8 മണിയായി. ഞങ്ങൾ ഇനി തിരിച്ച് മടക്കയാത്രയാണ്. അതായത് ഞങ്ങളുടെ ടെൻ്റ് അടിച്ച സ്ഥലം. ഇത് ഞങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ മറ്റും വേസ്റ്റ് അതെല്ലാം ഞങ്ങളൊരു കവറിൽ പൊതിഞ്ഞെടുത്തു. ഇത് ഇവിടെ കുപ്പിച്ചില്ലുകളൊക്കെ ധാരാളം ഉണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ആളുകൾ വന്ന് ഇട്ടിട്ട് പോകുന്നതാണ്. ഇതാ ഇതൊക്കെ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മൾ സർക്കാരിനെയോ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കണമെങ്കിൽ സഞ്ചാരി എന്ന നിലയ്ക്ക് നമുക്കൊരു പ്രതിബദ്ധത വേണം. ഞങ്ങളേതായാലും ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും ബാക്കി എല്ലാവരും കവറിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് നമുക്ക് കൊണ്ടിടാനും സ്ഥലമില്ല അല്ലേ? അതൊരു പ്രശ്നമല്ലേ? അപ്പം ഞങ്ങൾ ഈ കവർ എടുത്തു. ഇതിന് എവിടെ കൊണ്ടിടും? വേസ്റ്റ് ഇടാനൊരു സ്ഥലമില്ല. അപ്പോൾ ഇവിടെ തൊടുപുഴ ടൗണിൽ പോകേണ്ടി വരും മിക്കവാറും ഇതിൻ്റെ വേസ്റ്റ് ഇടണം. അല്ലെ നമ്മുടെ വീട് വരെ ചെല്ലേണ്ടി വരും. മനോഹരമായൊരു രാത്രിയായിരുന്നു ഈ വാഗമണ്ണിലെ പേരറിയാത്ത ഈ മലയുടെ മുകളിൽ. ഇവിടെ വരിക, ഇവിടെ വന്ന് കാഴ്ചകൾ ആസ്വദിക്കുക. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും ഒക്കെ ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്തേക്ക് എല്ലാവരും വരിക. ഇവിടെ നശിപ്പിക്കാതെ, വൃത്തികേടാക്കാതെ മടങ്ങിപ്പോവുക. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. എല്ലാവരുടെയും വക ബൈ.